ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലത്തെ എൻ്റെ തിരക്ക് പിടിച്ച ഒരു പ്രഭാതമാണ് ഇന്ന് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. പാത്രങ്ങളൊക്കെ തേച്ച് മെഴുക്കി ഇതാ പിള്ളേർക്ക് കുടിക്കാനുള്ള പാലൊക്കെ തയ്യാറാക്കുകയാണ്. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മുട്ട തോരനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ മുട്ടത്തോരൻ ഉണ്ടാക്കാൻ ഈസിയാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ വാട്ടി കുറച്ച് കറിവേപ്പില ഇട്ട് മുട്ട ഇതുപോലെ ഒഴിച്ച് ചിക്കി ചേർത്താൽ മതി. ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി ഇട്ടാൽ സൂപ്പറാണ്. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് കോവയ്ക്ക ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് സവോളയും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് ഞാനൊന്ന് വാട്ടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇടുന്നുണ്ട്. സമയം ഒരുപാടായി, പിള്ളേരെ വേഗം വിളിച്ചുണർത്തട്ടെ. അധികം ബുദ്ധിമുട്ടാതെ രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി യൂണിഫോം ഒക്കെ തേച്ചു, പിള്ളേർക്ക് കുടിക്കാനുള്ള പാലും ഒഴിച്ചു വെച്ചു, പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം ഒഴിച്ചു കേട്ടോ. ഇനി ഇവരുടെ ലഞ്ച് കൂടെ എടുത്താൽ നമുക്ക് സ്വസ്ഥമായി. അപ്പോഴാണ് കേട്ടോ ഓർത്തത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടില്ല. അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യൊക്കെ കല്ലിൽ തടകി ഇതുപോലെ ബ്രെഡൊക്കെ വെച്ച് കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ട് അതിനകത്ത് കുറച്ച് മയോണൈസൊക്കെ ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മുട്ട ഞാൻ നേരത്തെ പൊരിച്ച് വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ രണ്ട് സൈഡും മൊരിച്ചെടുത്ത് പിള്ളേർക്ക് കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ ആർക്കും ഒരു അടിയില്ല, വഴക്കില്ല, നന്നായിട്ട് കഴിക്കും. ഇതുവല്ല നമ്മുടെ സ്ഥിര യുദ്ധമാണ്. ഞാനും അവളും തമ്മിൽ മുടി കെട്ടുമ്പോൾ എന്നീ യുദ്ധമാണ്. ലഞ്ച് ബാഗ് കൂടെ കൊണ്ട് കൊടുത്തേക്കാല്ലേ, ഇനി ഇതിവിടെ വെച്ചിട്ട് പോകും. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. ഇനി രണ്ടുപേരെയും താഴെ കൊണ്ട് വിടട്ടെ, അവരുടെ ബസ് വന്നിട്ടുണ്ട്. ഇനി ഏലക്കയൊക്കെ ഇട്ടൊരു ചായ അല്ലേട്ടനുള്ളതാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് വേണം ഏലക്ക ഇടാൻ. ഏലക്കയുടെ തൊലിക്കകത്ത് നിറയെ വിഷമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നും നമ്മുടെ വീട്ടിൽ മുടക്കമില്ലാതെ പണി ചെയ്യുന്നത് ഞാനും വാഷിംഗ് മെഷീനും മാത്രമേ ഉള്ളൂ. ആ വാഷിംഗ് മെഷീൻ എന്നും ജോലിയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ എടുത്തിട്ടു. എന്നിട്ട് ഞാൻ ബാക്കി പാത്രങ്ങൾ കഴുകി വെക്കുക. എനിക്കൊരു കട്ടൻ ചായ അത് നിർബന്ധമാണ് എല്ലാ ദിവസവും. അതൊരു ഇഞ്ചിയൊക്കെ ഇട്ട് സമാധാനത്തെ ഒരിടത്തിരുന്ന് കുടിക്കണം എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലായിരുന്നു ഒരു ഷർട്ട് തേക്കാനുണ്ടായിരുന്നു, അത് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. സമയം ഒരുപാട് ലേറ്റായി, അത് കാരണമാണോ തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആളും പോയി. ഇനി നമ്മുടെ സ്റ്റാൻഡിൽ കിടക്കുന്ന തുണി എടുത്ത് കൊണ്ടിടുക. ട്രെയിൻ കളിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ സ്റ്റാൻഡ് നീക്കി കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് കേട്ടോ മണിയടി ശബ്ദം കേട്ടത്. നമ്മുടെ ചേച്ചിമാർ കവറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വന്നതാണ്. 50 രൂപയും കൊടുത്തത് ചേച്ചിമാരെയും വിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.